ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്, ചില കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോകുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ നടന്നിട്ടുള്ള എപ്പിസോഡുകളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പക്ഷേ ഇന്ന് മുതൽ ഒരു പുതിയ സീരീസാണ് തുടങ്ങാനായിട്ട് പോകുന്നത്. ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് എന്ന പേരിലുള്ള അതിശക്തമായിട്ടുള്ള ഒരു സീരീസാണ് ഇന്ന് ബ്രദർ ഡാമിയൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അതിലേക്കൊക്കെ പോകുന്നതിന് മുന്നമേ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യത്തെ സ്പോൺസേഴ്സാണ് അരുവിക്കരയിൽ നിന്ന് വിനീഷ് രാജ് ആൻഡ് സിനി വിനീഷാണ്. താങ്ക് യു വിനീഷ് ആൻഡ് സിനി. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മകളുടെ കണ്ണിന് സൗഖ്യം ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ്. അതുപോലെ തന്നെ ഭവനം ലഭിച്ചു. അതുപോലെ തന്നെ സിനി വിനീഷിന് ജോലി ലഭിച്ചു. ഇതിനെല്ലാത്തിൻ്റെയും നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നീ ചെയ്ത കൃപകൾക്കായി നന്ദി. അങ്ങയുടെ മഹത്വം ഇനിയും ആ കുടുംബം രുചിച്ചറിയട്ടെ, തിരിച്ചറിയട്ടെ. അത് അവരുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടുള്ള സകല ആളുകളും അത് മനസ്സിലാക്കട്ടെ. അടുത്തത് മുളവുകാടുന്ന രഘു ആൻഡ് വിദ്യ രഘുവാണ്. താങ്ക് യു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, മകൻ്റെ വിവാഹം നടക്കുവാൻ, ഭവനം ലഭിക്കുവാൻ, മകളും കുടുംബവും രക്ഷിക്കപ്പെടുവാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ വ്യാപരിക്കട്ടെ, നന്മകളാൽ നിറയപ്പെടട്ടെ. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇത് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഐ എം സോ എക്സൈറ്റഡ്. ഇന്ന് നമ്മളൊരു പുതിയ മെസ്സേജ് സീരീസ് ആരംഭിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രോമിസ് ചെയ്തിരുന്നത് പോലെ ദ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ഫലം അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഫലം എന്ന് പരക്കെ അറിയപ്പെടുന്ന, എനിക്കൊന്ന് ആദ്യമായിട്ടാണ് മോർണിംഗ് ഗ്ലോറിയിൽ ഇങ്ങനെ ഒരു സീരീസ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് ഒരിക്കലും നമ്മൾ ചെയ്തിട്ടില്ല. സോ ഐ എം റിയലി എക്സൈറ്റഡ്. ഇത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പലരും മെസ്സേജ് അയക്കാൻ തുടങ്ങി. ആവേശത്തോടുകൂടെ ഈ സന്ദേശത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സോ നമുക്ക് ഒത്തിരി സമയം കളയാതെ വേഗത്തിൽ തന്നെ ഇന്നത്തെ വചനഭാഗത്തിലേക്ക് പോകാം. ഗലീഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് നമ്പർ 22 up to 25. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22 മുതൽ നമുക്ക് വായിക്കാം. ആത്മാവിൻ്റെ ഫലമോ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല. അതിനുശേഷം പറയുവാണ്, ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃദ്ധാഭിമാനികൾ ആകരുത്. ആ ഒരു ഭാഗത്ത് നിന്നാണ് ഇനി ഒരുപക്ഷെ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും 2 ആഴ്ചകൾ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ ആത്മാവിൻ്റെ ഫലം എല്ലാവർക്കും ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ളൊരു ഭാഗമാണ്. 9 ഫലമാണ് ഒരുമിച്ച് പറയുന്നത്. ഫലങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല, ഫലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരല്പം പുറകിലേക്ക് പോകാൻ പോവുക. അല്പം എന്ന് പറഞ്ഞാൽ കുറച്ചധികം. ഏദൻ തോട്ടം വരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. അവിടെ നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 2:9 The Lord God made all kinds of trees grow out of the ground, trees that were pleasing to the eye and good for food. In the middle of the garden were the tree of life and the tree of the knowledge of good and evil. ഈ ഫലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമുക്കൊരല്പം ഫ്ലാഷ് ബാക്ക് പോകേണ്ടി വന്നു, കുറച്ചധികം പോകേണ്ടി വന്നു. ഏദൻ തോട്ടത്തിൽ നമ്മൾ കാണുന്നത് ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടിരിക്കുന്നതനുസരിച്ച് കുറഞ്ഞത് ഏദൻ തോട്ടത്തിൽ 2500-ഓളം എങ്കിലും ഡിഫറെൻറ്റ് വെറൈറ്റിയിലുള്ള ഫ്രൂട്ട് ട്രീസ് ഉണ്ടായിരുന്നെന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ നടുവിൽ അവിടെ പറയുന്നതനുസരിച്ച് 2 വൃക്ഷങ്ങളെ കാണുന്നു, 2 ഫലവൃക്ഷങ്ങളെ കാണുന്നു. അപ്പോൾ ഈ പഴങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നത് തന്നെ എത്ര ഭയങ്കരമാണ്, കാണുന്നത് തന്നെ എത്ര മനോഹരമാണ്. ഇവിടെ 2 എല്ലാത്തരം പഴവർഗ്ഗങ്ങളും ഉള്ളപ്പോൾ തന്നെ സവിശേഷതയുള്ള 2 വൃക്ഷങ്ങൾ. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിടുക. ദ ട്രീ ഓഫ് ലൈഫ്, ജീവൻ്റെ വൃക്ഷം.
അതിന് ഞാൻ ഓമന പേര് ഷോർട്ട് ഫോമായിട്ട് TOL എന്നാണ് ഞാൻ വിളിക്കുന്നത്. TOL, ദ ട്രീ ഓഫ് ലൈഫ്. രണ്ടാമത്തെ വൃക്ഷം ദ ട്രീ ഓഫ് ദ നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ. അതിന് ഞാൻ TOK, ട്രീ ഓഫ് നോളജ് ഷോർട്ട് ഫോമിൽ വിളിക്കുകയാണ്. എന്ന് വെച്ചാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം, നന്മതിന്മകൾ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന വൃക്ഷം, TOK. സോ TOL ജീവവൃക്ഷം, TOK ജ്ഞാനത്തിൻ്റെ വൃക്ഷം. ഇങ്ങനെ രണ്ട് വൃക്ഷങ്ങൾ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ രണ്ട് വൃക്ഷങ്ങൾ ഇപ്പോൾ ആപ്പിൾ പോലെ, പൊമിഗ്രാനേറ്റ് പോലെ, അവക്കാഡോ പോലെ, ഇന്ന് ഞാനിവിടെ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് മറക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ളൊരു ബൊട്ടാണിക്കൽ ട്രീ ആയിരുന്നില്ല ഇത്. ഈ രണ്ട് വൃക്ഷങ്ങൾ they were theological, they were spiritual signposts embodying two opposing pathways of how man would live. ഈ രണ്ട് വൃക്ഷങ്ങൾ നിർണ്ണയിക്കാൻ പോകുന്നത് മനുഷ്യവംശത്തിൻ്റെ, ഇനി മുന്നോട്ടുള്ള മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ രണ്ട് വഴികളാണ്. അപ്പോൾ അത് വെറുതെ ഒരു ബൊട്ടാണിക്കൽ ഒരു ട്രീ ആയിട്ട് അതിനെ കണക്കാക്കുക. അതിനപ്പുറത്ത് ദൈവികമായ ഇംപ്ലിക്കേഷനുള്ള, ആത്മീയ ഇംപ്ലിക്കേഷനുള്ള രണ്ട് സ്പിരിച്വൽ സൈൻ പോസ്റ്റാണ്. അവിടെ മുതൽ ജീവിതം തിരിയും. ഒന്നുകിൽ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ച് ആ ഒരു പ്രത്യേക റൂട്ടിൽ മനുഷ്യകുലത്തിന് പോകാം, ഇല്ലെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ജ്ഞാനത്തിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ച് വേറെ റൂട്ടിൽ പോകാം. ഇത് രണ്ടും രണ്ട് റൂട്ടാണ്, ഓപ്പോസിങ് റൂട്ടാണ്. അപ്പം അവിടെയാണ് ഇപ്പോൾ സാധാരണ ആൾ വിചാരിക്കും ഇത് ദൈവത്തിൻ്റെ വൃക്ഷവും ഇത് പാപത്തിൻ്റെ വൃക്ഷവും, ഇത് പാപത്തിൻ്റെ കനി. നോ, അങ്ങനെയല്ല. ഇത് പാപത്തിൻ്റെ വൃക്ഷമൊന്നുമല്ല. ഈ രണ്ട് വൃക്ഷങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഒന്നാമത്തേത് ജീവൻ്റെ വൃക്ഷമാണ്. അത് കാണിക്കുന്നത് ദൈവത്തിൻ്റെ ജീവനിൽ വിശ്വസിച്ച് ദൈവികമായ രീതിയിൽ ആത്മാവിനെ സ്വീകരിച്ച്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ജീവനും ദൈവമായിട്ടുള്ള കൂട്ടായ്മയും കൃപയും ഒക്കെ ഏറ്റെടുത്ത് നിത്യജീവനിലെത്തുന്നൊരു പാത്താണ്. മറ്റേത് അങ്ങനെയല്ല. ട്രീ ഓഫ് നോളജ് എന്ന് പറഞ്ഞാൽ അത് കഴിച്ച് നോളജ് നേടി ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി സ്വയ പരിശ്രമത്തിലൂടെ ജീവിക്കാൻ ശ്രമിച്ച് ഒരു മോറൽ റീസണിങ്ങിലൂടെ ഇത് തെറ്റ്, ഇത് ശരി, അങ്ങനെ ഓരോ പ്രാവശ്യവും ഡിസിഷൻസ് എടുത്ത് അതിലൂടെ നല്ലത് മാത്രം തിരഞ്ഞെടുത്ത് പ്രത്യേകമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൂടെ ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള പാതയിലൂടെ പോയി അവസാനം അതിൻ്റെ ഫലം എന്ന് പറയുന്നത് മരണമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ രണ്ട് സ്പിരിച്വൽ സൈൻ പോസ്റ്റ് എന്ന് പറഞ്ഞത്. സോ ഈ രണ്ട് വൃക്ഷങ്ങളും അടുത്തടുത്താണ് നിൽക്കുന്നതെങ്കിലും അതിൻ്റെ ഡയറക്ഷൻ രണ്ട് ദിശയിലേക്കാണ്, രണ്ട് എതിർ ദിശയിലേക്കാണെന്ന് മാത്രമല്ല, രണ്ടിൻ്റെ അവസാനം, ഒന്നിൻ്റെ അവസാനം ജീവനാണെങ്കിൽ മറ്റേതിൻ്റെ അവസാനം എന്ന് പറയുന്നത് മരണമാണ്. നിങ്ങൾ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടായിരിക്കും, ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിലാണ് തോന്നുന്നൊരു വചനമുണ്ട്, ജീവനും മരണവും നിൻ്റെ മുമ്പിൽ ഞാൻ വെച്ചിരിക്കുകയാണ്, ആവശ്യമുള്ളത് തിരഞ്ഞെടുത്തു. കർത്താവ് വ്യക്തമാക്കുകയാണ്. ഈ ഫലം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് അതിനെ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഗലാത്യലേഖനം 5-ാം അധ്യായം 22-23 വചനങ്ങളിൽ ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. 9 ഫലം. ആത്മാവിൻ്റെ ഫലമോ, ഫലങ്ങളല്ല, ഫലമോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും അറിയാതെ ഫലങ്ങൾ എന്ന് പറഞ്ഞു പോയാൽ ഓർത്തേക്കണം, ഞാൻ പറയുന്നതിൻ്റെ തെറ്റാണ്. ആത്മാവിൻ്റെ ഫലം ഇറ്റ്സ് ഓൺലി വൺ സിംഗിൾ ഫ്രൂട്ട്. അവിടെ പറയുന്നൊരു കാര്യം ഇതാണ്, എഗെയിൻസ്റ്റ് സച്ച് തിങ്സ് ദർ ഈസ് നോ ലോ. ഇവയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. അതിൻ്റെ അർത്ഥം ന്യായപ്രമാണങ്ങൾക്ക്, സെറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ ഒക്കെ മുകളിലാണ് ഈ ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്നത്. അതായിരുന്നു ജീവൻ്റെ വൃക്ഷം ഏദൻ തോട്ടത്തിൽ. അതാണ് മിസ്സായത്. അത് കഴിക്കേണ്ടതിന് പകരം ഹവയും പിന്നീട് ആദവും കഴിച്ചത് TOK, ദ ട്രീ ഓഫ് നോളജ്, ജ്ഞാനത്തിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം എടുത്തു കഴിച്ചു.
അതിൻ്റെ അർത്ഥം ഇനി മുതൽ മനുഷ്യകുലത്തിന് തെറ്റും ശരിയും ഏതെന്ന് മനസ്സിലാക്കി ശരി തിരഞ്ഞെടുത്ത് സദാചാരപരമായ ബോധത്തോടുകൂടെ നല്ല വഴികളൊക്കെ തിരഞ്ഞെടുത്ത് ഒരു കൽപ്പനകളനുസരിച്ച് അങ്ങനെ പോയി കഷ്ടപ്പെട്ട് ദൈവാശ്രയമില്ലാതെ സ്വയം മതങ്ങളും മതത്തിൻ്റെ അവാന്തര വിഭാഗങ്ങളൊക്കെ ഉണ്ടാക്കി മനുഷ്യകുലം മുന്നിലേക്ക് പോകും. അതാണ് ഹൗവ തിരഞ്ഞെടുത്ത മാർഗം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? മനസ്സിലായെങ്കിൽ ലൈവ് ചാറ്റിൽ ആമേൻ ആമേൻ ആമേൻ. ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുന്നത്, പക്ഷേ വളരെ ഗഹനമായ ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മരിക്കാൻ വേണ്ടിയിട്ടല്ല സൃഷ്ടിച്ചത്, പക്ഷേ ഇമ്മോർട്ടൽ അല്ലേം താനും. മനുഷ്യൻ ഇമ്മോർട്ടലായിട്ടല്ല സൃഷ്ടിക്കപ്പെട്ടത്, മരിക്കാൻ പറ്റുന്ന രീതിയിലാണ്. എന്നാൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിക്കുമായിരുന്നെങ്കിൽ മരിക്കയില്ലായിരുന്നു. കേൾക്കുന്നുണ്ടോ? ഒരിക്കലും മരിക്കാത്ത രീതിയിലുള്ളൊരു ശരീരത്തോടു കൂടിയല്ല മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിച്ച് ഇമ്മോർട്ടാലിറ്റിയിലോട്ട് പോകണമായിരുന്നു. പക്ഷെ തെറ്റുപറ്റിയത് എവിടെയാണ്? അതിന് പകരം ജ്ഞാനത്തിൻ്റെ മരത്തിൻ്റെ ഫലമെടുത്ത് കഴിച്ചു. അപ്പോൾ ഇവിടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഈ ജീവൻ്റെ വൃക്ഷം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ മാർഗമാണ്. അതിലെ കായ്ക്കുന്ന ഫലം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഫലമാണ്. എന്നാൽ ഇപ്പുറത്ത് നിൽക്കുന്ന വൃക്ഷം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ വൃക്ഷം എന്ന് പറയുന്നത് മതത്തിൻ്റെ മാർഗമാണ്. അവിടെ ദൈവസഹായമൊന്നും ആവശ്യമില്ല. നമ്മൾ തന്നെ ഡിസിപ്ലിനാക്കി, അല്ലെ, അച്ചടക്കം നമ്മളെ തന്നെ ട്രെയിൻ ചെയ്ത് മാക്സിമം കൺട്രോൾ ചെയ്ത് പാപത്തിലോട്ടൊക്കെ പോകാതെ പിടിച്ചു നിന്ന് സ്വയപരിശ്രമത്തിൽ മോക്ഷം പ്രാപിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം. ഇത് ഇത്രയും ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ജ്ഞാനത്തിൻ്റെ വൃക്ഷം സൂചിപ്പിക്കുന്നത് ഒന്ന് ലീഗലിസം, ന്യായപ്രമാണം അനുസരിച്ചുള്ള ജീവിതം. 2 മൊറാലിറ്റി വിതൗട്ട് ഗ്രേസ്, കൃപയില്ലാതെ സദാചാരപരമായി. എല്ലാ മതങ്ങളും അതാണല്ലോ പറയുന്നത്. നല്ലതായിട്ട് ജീവിക്കണം, അപ്പനെ അമ്മയും ബഹുമാനിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ദോഷം ചിന്തിക്കരുത്, ദോഷം പ്രവർത്തിക്കരുത്, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, പരോപകാരം ചെയ്യണം. ഇങ്ങനെയുള്ള ബോധത്തിൽ ജീവിക്കുക. എഫേർട്ട് ബേസ്ഡ് റൈച്ചസ്നസ് എന്ന് വെച്ചാൽ സ്വയം ശ്രമിച്ച് നമ്മൾ നീതിയിൽ ജീവിക്കുക. പക്ഷേ ഏശയ്യാവ് പ്രവചിച്ചു വെച്ചു, നമ്മുടെ നീതി പ്രവൃത്തികളെല്ലാം കറ പുരണ്ട തുണി പോലെയാണ്. മാത്രമല്ല ഇൻഡിപെൻഡൻറ്റ് വിസ്ഡം, ദൈവവുമായി ബന്ധമില്ലാതെ പഠിച്ച് സയൻസ് പഠിച്ച് അത് പഠിച്ച് ജ്ഞാനം ഉണ്ടാക്കി പരിജ്ഞാനം ഉണ്ടാക്കി ജീവിക്കുക. ദൈവം വേണ്ട, പക്ഷെ നമ്മൾ തന്നെ മനുഷ്യർ തന്നെ. അതാണിപ്പോൾ ശാസ്ത്രലോകം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ശാസ്ത്രജ്ഞന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഗവേഷകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം അവിടെ നിൽക്കട്ടെ, ദൈവം ഉണ്ടോ ഇല്ലെന്നൊന്നും ഐ ആം നോട്ട് ബോതേഡ്, മിക്കവാറും കാണാൻ സാധ്യതയില്ല. പക്ഷേ നമുക്ക് റിസർച്ച് ചെയ്യാം, നമുക്കുണ്ടാക്കിയെടുക്കാം. അങ്ങനെ പോകുന്ന പാതയാണ് ജ്ഞാനത്തിൻ്റെ വൃക്ഷം കാണിക്കുന്നത്. അപ്പം അതിലൂടെ പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചു കഴിഞ്ഞാൽ സംഭവിക്കും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ന്യായപ്രമാണത്തിൽ ജീവിക്കേണ്ടി വരും. അതാണ് പിന്നീട് സംഭവിച്ചത്. പ്രയത്നത്തിൽ ജീവിക്കേണ്ടി വരും. അതാണ് മനുഷ്യകുലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരണത്തിൽ അവസാനിക്കും, എല്ലാവരും മരിക്കുന്നുണ്ട്. എബ്രായലേഖനം 9:27. പിന്നെ പെർഫോമൻസ് ബേസ്ഡ് ആയിരിക്കും, നമ്മൾ തന്നെ പെർഫോം ചെയ്യണം. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നല്ലവരാകാൻ ശ്രമിക്കുന്നു. പിന്നെ വർക്ക് ഓഫ് ദ ഫ്ലാഷ്, ജഡത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടും. ഇപ്പം നമ്മൾ വായിച്ച് ഗലാത്യ ലേഖനം 5 മുകളിലുള്ള വചനങ്ങൾ വായിക്കുവാണെങ്കിൽ ഒരു സെറ്റ് ഓഫ് വർക്ക്സ് ഓഫ് ദ ഫ്ലഷ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഒരു 17 കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ മോർട്ടാലിറ്റി ത്രൂ സെൽഫ്, സ്വയമായി വല്ല മൃതസഞ്ജീവനിയോ ഒക്കെ ഉണ്ടാക്കി ജീവിക്കാനായിട്ട് ശ്രമിക്കുക. എന്നാൽ ഇതിലൂടെ പോവുകയായിരുന്നെങ്കിൽ, ഹവ്വ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലമാണ് കഴിച്ചിരുന്നതെങ്കിൽ, നേരെ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം, കൃപ, ജീവനിൽ അവസാനിക്കും. ഭയങ്കരമായ ദൈവാശ്രയം, അതുപോലെ ആത്മാവിൻ്റെ ഫലം, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് വരുമായിരുന്നു. ഇമ്മോർട്ടാലിറ്റി ത്രൂ ഗോഡ്, ദൈവത്തിലൂടെയുള്ള അമർത്യത കൈവരിക്കാമായിരുന്നു. ഏതായാലും പോയത് പോയി. പിന്നെ ചരിത്രമാണ്. 4000 വർഷങ്ങൾക്ക് ശേഷം യേശു കർത്താവ് വന്ന് പാപത്തിൻ്റെ പരിഹാര യാഗമായൊക്കെ അർപ്പിക്കപ്പെട്ട ശേഷം പരിശുദ്ധാത്മാവിനോട് ഇങ്ങോട്ട് അയച്ച് രണ്ടാമത് ഈ ജീവൻ്റെ വൃക്ഷത്തിലേക്ക് നമ്മളെ നടത്തുന്ന നാളുകളാണ് കഴിഞ്ഞ 2000 വർഷത്തോളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ പൊലിമ അങ്ങ് ശരിയാകില്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെ വായിക്കുമ്പോൾ, അതായത് ആത്മാവിൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നതിന് തൊട്ടു മുകളിൽ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ദ വർക്ക്സ് ഓഫ് ദ ഫ്ലഷ്, ജഡത്തിൻ്റെ പ്രവൃത്തികൾ. അപ്പോൾ വർക്ക്സ് ഓഫ് ദ ഫ്ലഷ് എന്നവിടെ പറഞ്ഞിരിക്കുമ്പോൾ ഒരു 17 എണ്ണത്തോളം അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ദീർഘമായ ലിസ്റ്റാണ്. അതിൽ ചിലത് വേണമെങ്കിൽ ഒന്ന് വായിക്കാം. 19 ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അതിനുശേഷം പറയുന്നത് ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇവയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. വാവ്! ഇത് രണ്ട് കണക്ട് ചെയ്ത് വായിക്കുമ്പോഴാണ് ഈ ജീവവൃക്ഷവും അതുപോലെ തന്നെ ഈ പറഞ്ഞ ജ്ഞാനത്തിൻ്റെ വൃക്ഷവും തമ്മിൽ ആ രണ്ട് വഴികൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ആ ഒരു ഭീകരത, അതെത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ജഡത്തിൻ്റെ പ്രവൃത്തിയിൽ 17 പറഞ്ഞിട്ടുണ്ട്. അതിനെ തന്നെ നമുക്ക് 4 ഗ്രൂപ്പ് ചെയ്യാൻ കഴിയും. 1 സെക്ഷൽ, 2 ബിഹേവിയറൽ, 3 ഓക്കൾട്ടിക്, 4 അഡിക്ഷൻ. സെക്ഷൽ ലൈംഗികമായ രീതിയിലുള്ളൊരു കളക്ഷൻ അവിടെ ഉണ്ട്. 2 ബിഹേവിയറൽ, നമ്മുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഉള്ള ടൈപ്പുണ്ട്. സെക്ഷൽ എന്ന് പറയുമ്പോൾ ഫോർണിക്കേഷൻ, അഡൾട്ടറി, ഫോണോഗ്രഫി തുടങ്ങി ഇങ്ങനെ കിടക്കുവാണ്. ഓക്കെ, ദുർനടപ്പ്, വ്യഭിചാരം. ബിഹേവിയറൽ എന്ന് പറയുമ്പോൾ ആങ്കർ, ജലസി, സെൽഫിഷ് ആംബിഷൻ, അതായത് കോപം, അസൂയ തുടങ്ങിയുള്ളത്. ഒക്കൾട്ടിക് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഐഡലാട്രി, വിച്ച് ക്രാഫ്റ്റ് തുടങ്ങിയ സാധനങ്ങൾ ഒക്കൾട്ടിക്കാണ്, മന്ത്രവാദപരമായിട്ടുള്ളത്. പിന്നെ അഡിക്ഷനുണ്ട്. ചില അടിമത്വങ്ങളിൽ, ദുശീലങ്ങളിൽ പോയി പെട്ടുപോകുന്നത്. അതാണ് ഡ്രങ്കനെസ്, ഗ്ലാട്ടണി, അങ്ങനെയുള്ളത്. അതായത് മദ്യപാനം, അമിതഭക്ഷണം തുടങ്ങിയുള്ള കാര്യങ്ങൾ. സോ ഇങ്ങനെ കാറ്റഗറൈസ് കിടക്കുക. ഇതെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക, അതെല്ലാം തന്നെ പ്രവൃത്തികളാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞ പ്രവൃത്തികൾ. ആക്ട്സ് ഓഫ് ദ ഫ്ലഷ്, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. എല്ലാവരും ഒന്ന് പറഞ്ഞ് അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടണം. ഫ്ലഷിൽ നിന്നും പുറത്തു വരുന്ന മുഴുവനും എന്താണ്? ആക്ട്സ്, ആക്ഷൻസ്, വർക്ക്സ്, പ്രവൃത്തികളാണ്. എന്നാൽ ആത്മാവിൽ നിന്ന് വരുന്ന ഒരു ഫലമാണ്, ഫ്രൂട്ടാണ്. ഈ വ്യത്യാസം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. സോ ജഡത്തിൽ ജീവിച്ചാൽ അവസാനം സംഭവിക്കുന്ന ഡിസ്ട്രക്ഷൻ, ഡെത്ത്, ഡിസ്ഇൻഹെറിറ്റൻസ്, 3 കാര്യങ്ങളാണ്. നാശം, മരണം, കൂടാതെ ഡിസ്ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അവകാശം നഷ്ടപ്പെടുന്നു. നമുക്ക് ദൈവമക്കൾ എന്ന രീതിയിലുള്ള അവകാശം നഷ്ടപ്പെടുന്നു. അപ്പോൾ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമ്മൾ ആദ്യമേ വായിച്ചു, ഗലാത്യ ലേഖനം. ഇപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ താഴെ 22 മുതൽ താഴേക്കുള്ള വചനങ്ങളിലാണ് നമ്മളത് കാണുന്നത്. ഇതെങ്ങനെയാണ് നമ്മിൽ ഉളവാകുന്നത്? അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസിലോട്ടാണ് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും നമ്മൾ പോകാൻ പോകുന്നത്. ഇന്നൊരു ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ വഴി തിരഞ്ഞെടുത്ത് ചേർന്ന് നടക്കുമ്പോൾ നമ്മിൽ ഉളവാകുന്ന ഫ്രൂട്ട് ആണ് ഈ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് അവർ ഫ്രൂട്ട്, ഇറ്റ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. നമ്മുടെ ഫലമല്ല, അത് ആത്മാവിൻ്റെ ഫലമാണ്. ഒന്ന് പറഞ്ഞ്, എൻ്റെ ഫലമല്ല ഞാൻ കായ്ക്കാൻ പോകുന്നത്, ആത്മാവിൻ്റെ ഫലമാണ് കായ്ക്കാൻ പോകുന്നത്. അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെ നമ്മിൽ വസിച്ച് നമ്മിലൂടെ തൻ്റെ ഫലം പുറത്തു കൊണ്ടുവരാൻ അനുവദിക്കണം. ഇതാണ് നമ്മൾ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. രക്ഷിക്കപ്പെട്ട കാലത്ത് 1984 അപ്പോൾ അന്ന് ആ കൂട്ടായ്മയിലുള്ളൊരു സഹോദരനോട് ഞാനിങ്ങനെ സംസാരിക്കുക. 40 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം പറയുന്നത്. സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഡാമിയൻ, ഈ ആത്മാവിൻ്റെ ഫലം ഉണ്ടാകാൻ ആകെ ഒരു പരിപാടി ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്നേഹം വേണം. അപ്പോൾ കർത്താവ് എനിക്ക് സ്നേഹം വേണമെന്ന് പറഞ്ഞിട്ട് കൈയടിച്ച് അന്യഭാഷയിൽ ആരാധിക്കുക. അപ്പോൾ സ്നേഹം വരും. ഇനി ദയ വേണം, പരോപകാരം വേണം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയം, എന്താണോ വേണ്ടത് അത് കർത്താവിനോട് പറഞ്ഞിട്ട് ഇങ്ങനെ കൈയടിച്ച് കുലുങ്ങി ആരാധിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാനത് പല ദിവസം ചെയ്ത് നോക്കിയിട്ട് ഇതൊന്നും വരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ വരുന്ന പരിപാടിയല്ല ഇത്. അങ്ങനെ സംസാരിക്കുമ്പോൾ അന്യഭാഷ വരും, പ്രവചനം വന്നെന്നിരിക്കും, വെളിപാടുകൾ വന്നെന്നിരിക്കും, പലതും വന്നെന്നിരിക്കും. പക്ഷേ ആത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ വരുന്നില്ല. ഫലം,
ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഫ്രൂട്ട്സ്. ഈ ഫലമുണ്ടാകുന്നത് ഒരിക്കലും പെട്ടെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വരുന്ന പരിപാടിയല്ല. ഇറ്റ് ഈസ് കൾട്ടിവേറ്റഡ്, ഇറ്റ് ഈസ് ഗ്രോൺ. അതിനെ നമ്മൾ വളർത്തിയെടുക്കണം, കൃഷി ചെയ്തുണ്ടാക്കണം. അതിന് സമയമെടുക്കും. ഇന്ന് നട്ടു നാളെ ഫലം, നോ, ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇത് മനസ്സിലാക്കാൻ തന്നെ എനിക്ക് ഒത്തിരി സമയമെടുത്തു. എന്തുകൊണ്ടാണ് കർത്താവ് എനിക്ക് ഇതൊന്നും വരാത്തത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിരുന്നു. യോഹന്നാൻ 15:4-5 വായിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, റിമെയിൻ ഇൻ മീ ആസ് ഐ ഓൾസോ റിമെയിൻ ഇൻ യു. എന്നിൽ വസിപ്പിൻ എന്നാണ് കർത്താവ് പറയുന്നത്. അതിന് ശേഷം പറയാം, നോ ബ്രാഞ്ച് ക്യാൻ ബെയർ ഫ്രൂട്ട് ബൈ ഇറ്റ് സെൽഫ്. കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടില്ലാതെ ഫലം കായ്ക്കാൻ സാധ്യമല്ല. നെയ്തർ ക്യാൻ യു ബെയർ ഫ്രൂട്ട് അൺലെസ് യു റിമെയിൻ ഇൻ മീ. നിങ്ങളും എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും ഫലം കായ്ക്കാൻ സാധ്യമല്ല. സോ ഐ ആം ദ വൈൻ, യു ആർ ദ ബ്രാഞ്ചസ്. ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളി, നിങ്ങൾ അതിൻ്റെ ശാഖകളുമാണ്. ഇഫ് യു റിമെയിൻ ഇൻ മീ ആൻഡ് ഐ ഇൻ യു, യു വിൽ ബെയർ മച്ച് ഫ്രൂട്ട്. അപ്പാർട്ട് ഫ്രം മീ യു ക്യാൻ ഡു നത്തിങ്. അപ്പോൾ നിങ്ങൾ എന്നിൽ, ഞാൻ നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ധാരാളം ഫലം കായ്ക്കും. മാത്രമല്ല, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതായത് എപ്പാർട്ട് ഫ്രം മീ യു ക്യാൻ ഡു സംതിങ് എന്നല്ല പറഞ്ഞാൽ നത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നും ഫലം കായ്ക്കാൻ കഴിയില്ല. അവിടെ തന്നെ സീക്രട്ട് മനസ്സിലായല്ലോ. കീ എന്താണ്? റിമെയിനിങ് ഓർ അബൈഡിങ് ഇൻ ദ വൈൻ. മുന്തിരി വള്ളിയിൽ വസിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സീക്രട്ട്. എങ്കിൽ മാത്രമേ ഈ ഫലം പുറത്തേക്ക് വരികയുള്ളൂ. അപ്പോൾ കർത്താവിനോട് ചേർന്നിരുന്നാൽ ഈ ഫലമെല്ലാം പുറത്തേക്ക് വരും. കർത്താവിൽ വസിച്ചാൽ ഈ ഫലമെല്ലാം പുറത്തേക്ക് വരും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണ്ടൊരിക്കലൊരു മിഷണറി ഒരു സ്ഥലത്ത് മിഷൻ വർക്ക് ചെയ്തു. താൻ അവിടെ ആയിരുന്ന വർഷങ്ങളിൽ താൻ അവിടെ നല്ലൊരു തോട്ടം ഉണ്ടാക്കി, ഫ്രൂട്ട് ട്രീസും പുഷ്പങ്ങളൊക്കെ ആയിട്ട്. അതിനുശേഷം തനിക്ക് തൻ്റെ രാജ്യത്തേക്ക് പോകേണ്ടി വന്നു. വർഷങ്ങൾക്ക് ശേഷം താൻ മടങ്ങി വന്നു. തൻ്റെ ഗാർഡനിൽ നിന്ന് കാണാൻ വേണ്ടി വന്നപ്പോൾ കാണുന്ന കാഴ്ച, അവിടെ പച്ചച്ചെടികളും മുൾച്ചെടികളും കളകളും ഒക്കെ വളർന്ന് അതിനിടയിൽ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ മൊത്തത്തിൽ കാട് പിടിച്ച് കിടക്കുന്നു. അപ്പോൾ അവിടുത്തെ ഒരു വില്ലേജിലുള്ളൊരാൾ, ഇതെന്ത് പറ്റി, ഞാൻ എത്ര രസകരമായിട്ടൊരു തോട്ടം ഉണ്ടാക്കിയിട്ട് പോയതാണ്, ഇതെന്താ സംഭവിച്ചു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മിഷണറി, താങ്കൾ പോയ ശേഷം ആരും ഇതിനകത്തോട്ട് കയറുകയോ കള പറിച്ച് കളയുകയോ വാട്ടർ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ കിടന്ന സമയത്ത് കാട് പിടിച്ച് അങ്ങനെ ആയിപ്പോയി. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് ചിലതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനൊരു കൾട്ടിവേഷൻ ആവശ്യമാണ്. ആദമിനെ ദൈവം ഏദൻ തോട്ടത്തിലാക്കി വെച്ച ശേഷം പറഞ്ഞു, നീ ഇതിനെ സൂക്ഷിക്കണം, നീ ഇവിടെ വേല ചെയ്യണം. അഥവാ ഇവിടെയുള്ള, ഇപ്പോൾ ആദ്യം ഞാൻ കുറേ ഫ്രൂട്ട് ട്രീസൊക്കെ തന്നിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ അടുത്തടുത്ത ജനറേഷൻസ് ഉണ്ടാകണമെങ്കിൽ യു ഹാവ് ടു കൾട്ടിവേറ്റ് ഇറ്റ്. പലരോടും പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവമായി ചിലതൊക്കെ തന്നിട്ടുണ്ട്, ദൈവമായി ചിലത് ഇമ്പാർട്ട് ചെയ്ത്, ദൈവമായി ചിലത് തുടങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ കൃഷി ചെയ്ത് കൾട്ടിവേറ്റ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോകാൻ, ആത്മാവിൻ്റെ ഫലം ഉളവാക്കിയെടുക്കുവാൻ, വളർത്തിയെടുക്കുവാൻ നമുക്കുമുണ്ട് ഒരു കർത്തവ്യം. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഡെയിലി സറണ്ടർ. എല്ലാ ദിവസവും നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കണം. 2, ഫീഡ് ഓൺ ദ വേർഡ്. ദൈവവചനം നമ്മൾ ധാരാളമായി ആഹരിക്കണം, ഭക്ഷിക്കണം. കൊലോസ്യ ലേഖനം 3:16 പറയുന്നത്, ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾ ഐശ്വര്യമായി വസിക്കട്ടെ എന്ന്. അടുത്തത്, വാക്ക് ഇൻ സ്റ്റെപ്പ് വിത്ത് ദ സ്പിരിറ്റ്. ആത്മാവിനനുസരിച്ച് നടക്കണം. ഗലാത്യ ലേഖനം 5:16 അത് പറയുന്നുണ്ട്. സോ ഇങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ഫലം കായ്ക്കുന്നത്. ഇത് നമ്മൾ മറന്നു പോകരുത്. 2 പത്രോസ് 1:5-8 വരെയുള്ള ഭാഗം കൂടി എഴുതി വയ്ക്കുക. കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബോണസ് സ്ക്രിപ്ചറായിട്ട് ഞാനത് തരിക. അതും നിങ്ങൾ മനസ്സിലാക്കി വായിച്ച് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ, ഇതുമായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനിടയാകും. സോ ഐ ആം റിയലി എക്സൈറ്റഡ്. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും നമ്മൾ ആത്മാവിൻ്റെ ഫലം പഠിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ നാളെയും എനിക്ക് കുറച്ച് ഇൻട്രൊഡക്ഷൻസൊക്കെ തരേണ്ടി വരും. അത് കഴിഞ്ഞാൽ 1-2 ദിവസങ്ങൾക്കകം നമ്മൾ ഓരോന്നും എടുത്ത്, ഈ ഫ്രൂട്ടിലുള്ള ഓരോന്നും എടുത്ത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആരും റെഡി? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇന്ന് കേട്ട വചനങ്ങൾ കർത്താവ് അവരിൽ പ്രവർത്തിക്കാൻ, ക്രിയാത്മകമായി വർക്ക് ചെയ്യുവാൻ അങ്ങ് എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്കായി ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ
രോഗികൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ഈ സ്നോഫീലിയ പോലെയുള്ള രോഗങ്ങൾ, അതുപോലെ ESRൻ്റെ അളവ് ബ്ലഡിലൊക്കെ കൂടിയത് കൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഹിപ്പ് ജോയിൻ്റ്, ഇടുപ്പലിന് പ്രയാസമുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്നത്. കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ കർത്താവ് ഒരു വലിയ ബ്രേക്ക് ത്രൂ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൈ നീട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് അവിടെ ഒരു വലിയ സാന്ത്വനമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. സോ ഗോഡ് ബ്ലസ് യു. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാളെ മുതൽ ഉള്ളത് ഒന്നുപോലും മുടങ്ങരുത്. ചിലർ തുടക്കം ഒരു ഇൻട്രസ്റ്റ് കാണിക്കും, പിന്നെ പതുക്കെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും. അങ്ങനെയല്ല, അവസാനത്തോളം എല്ലാവരും വാച്ച് ചെയ്യുക. ഒത്തിരി പേർക്ക് ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കണം. ഗോഡ് ബ്ലസ് യു. സീ ടുമോറോ. ബൈ.